എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എറണാകുളത്തേക്കാണ്. അതെ, സൂര്യയുടെ നാട്ടിലോട്ടാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ എറണാകുളത്തിന് പോകുന്നത് എറണാകുളത്ത് അമൃത ടിവിയുടെ ഒരു പ്രോഗ്രാമിലേക്ക് നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത്. കോമഡി മാസ്റ്റേഴ്സ്. അതെ, ആ ഒരു പ്രോഗ്രാമിലേക്കാണ് നമുക്ക് ക്ഷണം കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാനും സൂര്യ, നമ്മുടെ മുത്തും കുഞ്ഞിക്കണ്ണും കൂടെ പോകുന്നത്. ഞങ്ങൾ ക്യാമറാമാനെ ഒന്നും കൊണ്ടുപോകുന്നില്ലല്ലേ? ഇന്നത്തെ ക്യാമറമാൻ ജൂനിയർ ഗൗതം. അതെ, എന്നാൽ പോയേക്കാം. അപ്പോൾ വണ്ടി എടുത്തോട്ടോ, മെയിൻ ഡ്രൈവർ. അപ്പോൾ നമ്മൾ രാവിലെ 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ നമ്മൾ നമ്മുടെ പാർക്കിങ്ങിൽ വന്ന് നമ്മുടെ വണ്ടിയൊക്കെ കഴുകി അവിടുന്ന് പോന്നപ്പം 9:30 അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് ഒരു TV പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പോകുന്നതല്ലേ? എൻ്റെ ടെൻഷൻ വല്ലതും ഉണ്ടോ? അവരെന്ത് ചോദിക്കും എന്നുള്ളൊരു ചെറിയൊരു ടെൻഷൻ. അവിടെ ചെല്ലുമ്പോൾ മാറിക്കോളും അല്ലേ മുത്തേ? ചോദിച്ചു കഴിയുമ്പോൾ മാറിക്കോളും. കുഞ്ഞിക്കണ്ണ, ഹലോ. ഞാനടുത്ത് ഇവരെന്നെ മിണ്ടാതിരിക്കുന്നേന്ന്. പിന്നെ ഞങ്ങൾ കുഞ്ഞിക്കിളിനെയും ദാമിക്കുട്ടീനെയും ഒക്കെ വീട്ടിലിട്ടിട്ടാ പോകുന്നത്. കുഞ്ഞിക്കിളിക്ക് ഒരു അരമനസ്സുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ദാമിക്കുട്ടി അച്ഛമ്മയും മാത്രല്ലേ ഉള്ളൂ, അച്ഛനും അച്ഛയൊക്കെ ഓഫീസിലൊക്കെ പോവല്ലേ, എന്നാ ഞാനും ദാമിക്കുട്ടി കൂടെ അങ്കൻവാടി പൊക്കോളാന്ന്. ആണോ? രണ്ടുപേരോടാണോ ഇന്ന് അങ്കൻവാടി പോകുന്നത്? അച്ഛമ്മ പോകുന്നില്ല, ഇത് ദാമിക്കുട്ടി കുഞ്ഞിക്കിളി കൂടെ. പുത്തറ്റ് ഫാമിലി വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോഴേ മുത്തേ, 1-2 ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. അപ്പം കടയിലൊക്കെ ഒന്ന് നിർത്തണം. നല്ല കട നോക്കി നിർത്തിക്കോ കേട്ടോ, അല്ലേ സൂര്യ? അതെ അതെ. അപ്പൊ ഫുഡൊന്നും കഴിച്ചില്ലേ? കഴിച്ചു, പക്ഷെ ചെറുതായിട്ടൊരു വിശപ്പ്. ഇതൊക്കെ വണ്ടിയിലോട്ട് കയറുമ്പോൾ വിശപ്പാണ്. വെളിയിലോട്ട് ഇറങ്ങിയാലേ വിശപ്പാ. നമുക്കേ ഒരു 12:30 ആകുമ്പോഴത്തേനും അവിടെ ചെല്ലണം കേട്ടോ മുത്തേ. വൈറ്റിലേന്ന് നമ്മൾ എടപ്പള്ളിക്ക് പോകുന്ന റോഡിലാണ് ഈ അമൃത ടിവിയുടെ സ്റ്റുഡിയോ. അപ്പോൾ അവിടെയാണ് നമുക്ക് എത്തേണ്ടത്. ഇന്ന് അന്തരീക്ഷത്തിനൊരു മൂടലല്ലേ? മഴക്കോള് പോലെ. മഴ പെയ്യുമായിരിക്കും. നമുക്കിപ്പോൾ എന്നും ഉച്ച കഴിഞ്ഞ് മഴയാണല്ലോ. അതെ, ഇപ്പം നമ്മൾ തലയോലപ്പുറം എത്തി. ഇത് നമ്മൾ 12 മണിക്ക് ചെല്ലുമോ മുത്തേ? ഇന്ന് വഴിയിലാണ് നല്ല തിരക്കുവാ. ചെല്ലണം. അപ്പോൾ നമ്മൾ ഏറ്റുമാനൂരിൽ നിന്ന് തലയോലപ്പുറം പോന്നിട്ട് അവിടുന്ന് കുലശേഖരമംഗലം, പൂത്തോട്ട, വൈറ്റില, അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അപ്പോഴേ നമുക്കിന്ന് അവിടെ ചെല്ലുമ്പം കുറേ പേരെയൊക്കെ കാണാൻ പറ്റും കേട്ടോ. നമ്മൾ സിനിമയിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള കുറേ പേരുണ്ട് അവിടെ. നമ്മുടെ ശ്വേതാമേനൻ, നമ്മുടെ ശ്വേത ചേച്ചിയുണ്ട്, നോബിച്ചേട്ടൻ, അതെ, പിന്നെ ശ്രീവിദ്യ, പിന്നെ ഡയാന എന്ന് പറഞ്ഞ ഒരു ആക്ടറുണ്ട്. എല്ലാവരെയും കാണാവുന്ന പ്രതീക്ഷയിൽ പോകുന്നു. അതെ, അത് മാത്രമല്ല നമ്മളെപ്പോലെ കുറേ ലേഡി ഡ്രൈവർമാർ ഇന്ന് അവിടെ വരുന്നുണ്ട്. ശരിയാ, അവരെയൊക്കെ കാണാൻ. അതെ, അവരെയും പരിചയപ്പെടായിരുന്നു നമുക്ക്. സൂര്യ പഠിച്ച കോളേജൊക്കെ ഇവിടെ അടുത്തങ്ങാണ്ടല്ലേ? ഈ വഴി പോകുമ്പോ എപ്പോഴും ഇഷ്ടം. ഞാൻ പഠിച്ച സ്കൂള്, ഞാൻ പഠിച്ച കോളേജ് ഇച്ചിരി അകത്തോട്ട് പോകണം. അതൊക്കെ ഇങ്ങനെ ആ സ്ഥലത്തൂടെ പോകുമ്പോ ഒരു സുഖമാ. പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ വരുമല്ലേ? അയവിറക്കും. അപ്പൊ ചേട്ടായും കൂടി ഇന്ന് നമ്മുടെ കൂടെ വന്നേനെ. പക്ഷെ നമ്മുടെ ലഡാക്ക് ട്രിപ്പ് വലിയൊരു യാത്രയാണല്ലോ. അപ്പൊ അതിന്റെ ഒരു തിരക്കിലാ. അതിന് നല്ല ചെലവ് വരുന്നുണ്ട് ലഡാക്ക് ട്രിപ്പിന്. അതെ അതെ. സ്പോൺസർമാരൊന്നും ഇല്ലേ? സ്പോൺസർമാരൊന്നും ഇല്ല, ഇതുവരെ ആരും ഇല്ല. ഇനി ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി. ശരിയാ. അതുകൊണ്ടോ, ഞാൻ 8 മുതൽ 12 വരെ +2 വരെ പഠിച്ച സ്കൂള് SNDP സ്കൂള്. ഇതാണോ? ഇവിടെ പഠിച്ചല്ലേ? സ്കൂളിൽ ഇറങ്ങി മാഷന്മാരെയും ടീച്ചർമാരെയൊക്കെ ഒന്ന് കാണാമായിരുന്നല്ലോ. അതെ അതെ, ഒരുപാട് പേര് മാറിപ്പോയി. കുറച്ച് പേര് +2 ഈയിടെ റീയൂണിയൻ വെച്ചപ്പോൾ ടീച്ചേഴ്സിനെയൊക്കെ കണ്ടായിരുന്നു. ഞങ്ങൾ തന്നെ കണ്ടക്ട് ചെയ്ത റീയൂണിയൻ ആയിരുന്നത്. അപ്പൊ അവരെല്ലാരും ഉണ്ടായിരുന്നു, ടീച്ചേഴ്സ് ഒക്കെ വന്നായിരുന്നു. ഭയങ്കര സന്തോഷം കണ്ടിട്ട്. ഇപ്പോഴും കോണ്ടാക്ട് ചെയ്യും കേട്ടോ, എല്ലാ ആവശ്യങ്ങൾക്കൊക്കെ മിസ്സുമാരെയൊക്കെ. അപ്പൊ നമ്മള് പേട്ട എത്തി. ഇത് പേട്ട മെട്രോ സ്റ്റേഷനാ. നമുക്കേ ഏറ്റുമാനൂരിന്നോ കോട്ടയത്തുനിന്നോ ഇങ്ങോട്ടൊരു മെട്രോ ഉണ്ടായിരുന്നു. എന്ത് എളുപ്പമായിരുന്നു അല്ലേ? എന്തൊരു എളുപ്പമുണ്ടായിരുന്നു അറിയോ? ട്രാഫിക്കിലൊന്നും പെടാതെ പെട്ടെന്ന് ഇങ്ങനെ വരായിരുന്നു. ഇപ്പൊ ഇവിടെ ഇച്ചിരി ബ്ലോക്ക് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. വൈറ്റിലയിലെ സിഗ്നലിലെ ബ്ലോക്കാ അത്. ചിറ്റ് പണ്ട് ഡാൻസ് കളിക്കാനൊക്കെ പോയിക്കൊണ്ടിരുന്നല്ലായിരുന്നു? സ്റ്റേജിലൊക്കെ കയറിയിട്ടുണ്ടോ? അതുകൊണ്ട് ചിറ്റയ്ക്ക് പേടിയൊന്നും കാണില്ല. അയ്യോ, ഇത് കൊണ്ട് സ്റ്റേജിലൊന്നും കയറിയിട്ടില്ലേ? ഞാൻ ഇങ്ങനെ ഒരു പരിപാടിയെ അവതരിപ്പിക്കാൻ പോയിട്ടില്ല കേട്ടോ. സ്റ്റേജിൽ കളിച്ചിട്ടുണ്ട്. ഞാൻ സ്കൂളിലെങ്ങാണ്ട് സ്റ്റേജിൽ കയറി തന്നാ തോന്നുന്നു. അവിടെ ഇങ്ങനെ റെസിഡൻസിന്റെ വാർഷികവും അങ്ങനെയൊക്കെ വാർഷികങ്ങൾക്കൊക്കെ സ്റ്റേജിൽ കയറിയിട്ടായിരുന്നു. അല്ലാതെ വലിയ സ്റ്റേജിലൊന്നും പോയിട്ടേ ഇല്ല. പിന്നെ നമ്മളെ 3 പേരെയും കൂടെ കേട്ടോ അവര് പരിപാടിയിലേക്ക് ക്ഷണിച്ചത്. അതെ അതെ, ഒരാളെ തന്നെയൊന്നും അല്ല. ഞാൻ ചിരിക്കും, എല്ലാം ചേച്ചിയോട്. ഞങ്ങൾക്ക് അറിയാലോ.
ചിരി ആരോഗ്യമല്ലേ ആയുസ് കൂട്ടുമെന്നാ പറയുന്നത്. ഞാനിങ്ങനെ വഴി കൂടി പോകുമ്പോൾ ചുറ്റോട്ട് ഇട്ടിട്ടുണ്ട്. എന്നോട് വണ്ടി നിർത്തി ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് വട്ടുണ്ടോ. സമയം അതേ 11 മണി ആകാറായി. അപ്പോൾ ഏതെങ്കിലും ഒരു കടയിൽ നിർത്തും കേട്ടോ. രാവിലത്തെ മൂടലൊക്കെ പോയി കേട്ടോ. ഇപ്പം നല്ല വെയിലായി. കുഞ്ഞിക്കണ്ണിന് ഇരുന്ന് ഉറങ്ങിയോ സൂര്യ? ആ എന്റെ തോളെ ചാരി കിടന്ന് ഉറക്കവാ. അപ്പം നമ്മുടെ ലൊക്കേഷനിൽ എത്താറായി കേട്ടോ. അപ്പം അതിനിടയ്ക്ക് ചെറിയൊരു ഷോപ്പിംഗ് നടത്തി. അപ്പോൾ നമ്മൾ അമൃത ചാനലിൻ്റെ മെയിൻ സ്റ്റുഡിയോയിലേക്ക് എത്തിയിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഒരു സ്റ്റുഡിയോയിലോട്ടൊക്കെ കയറാൻ പോകുന്നത്. ഹലോ, ഇത് അരുണ്, പ്രോഗ്രാം കോർഡിനേറ്ററാണ്. അരുണിൻ്റെ വീട് എവിടെ? അടൂര്. ആ. അപ്പോൾ നമ്മൾ കയറി വരുന്നിടത്ത് തന്നെ അമൃതാനന്ദമയി ദേവിയുടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുന്നേ തന്നെ ഇവിടെ കുറച്ച് പേരൊക്കെ എത്തിയിട്ടുണ്ട്. എന്തോ ആ വ്ളോഗിങ് കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ദീപ ചേച്ചി എല്ലാവർക്കും പരിചിതയായ ഒരാളാണ്. നമ്മുടെ 108 ആംബുലൻസ് പറപ്പിക്കുന്ന ആളാണ്. കോട്ടയംകാരിയാണ്. നമ്മൾ തൊട്ടടുത്തുള്ളവർ തന്നെയാണ്. പക്ഷെ ഞങ്ങളങ്ങനെ പരിചയപ്പെട്ടിട്ടില്ല കേട്ടോ. നേരത്തെ കാണുന്ന ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ ചേച്ചി 108 ആംബുലൻസ് ഓടിക്കാന്ന് ആംബുലൻസ് ഓടിക്കുന്ന റിസ്ക് അറിയാമല്ലോ. അപ്പോൾ അതിലൊരു പ്രത്യേക കൺഗ്രാജുലേഷൻ. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. അപ്പോൾ നമ്മുടെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൂടെ കുറച്ച് പേര് എത്തിയിട്ടുണ്ട്. ഇത് ചേച്ചിയുടെ അമ്മ അല്ലേ? അമ്മയുടെ അനിയത്തി, പിന്നെ ഇത് ഹസ്ബൻഡ്. ചേട്ടൻ്റെ പേരെങ്ങനെ? മോഹനൻ. മക്കള് ഒരു മോനെവിടെ? UK പേരെങ്ങനെ മോൻ്റെ? ദീപക്. അപ്പോൾ ഇത് നമ്മുടെ മണിയമ്മ ചേച്ചി. അമ്മേനെ എല്ലാവർക്കും പരിചയമുണ്ട്. മണിയമ്മയുടെ കൂടെ ചേച്ചിയും കൂടി വേണ്ട. അപ്പം എന്നാൽ അമ്മയെന്ന് തന്നെ വിളിക്കാം. അപ്പം അമ്മയെന്ന് വിളിക്കുന്ന എടുക്കുക എനിക്കും ഇഷ്ടം. അപ്പോൾ ഇപ്പോൾ വന്നതേ ഉള്ളൂ. അമ്മ എല്ലാവർക്കും പരിചയമാണ്. ഇഷ്ടം പോലെ എല്ലാ വണ്ടിയുടെയും ലൈസൻസ് ഉള്ള ആളാണ്. എല്ലാവർക്കും പരിചിതയായ ഒരാളാണല്ലോ. എന്നോട് വിശേഷമൊക്കെ? വിശേഷം. അമ്മ എത്ര വർഷമായി വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട്? വണ്ടി പഠിച്ചിട്ട് കുറേ കാലമായി. എന്നാലും വണ്ടി ഓടിക്കാനൊക്കെ തുടങ്ങിയത് ഒരു 2005 അതിന് ശേഷം കണ്ടിന്യൂസ് ഓടിക്കാണ്. അപ്പോൾ ക്രെയിനിൻ്റെയും എല്ലാത്തിൻ്റെയും ലൈസൻസ് ഉണ്ട്. ഇനിയിപ്പോൾ എടുക്കാൻ വണ്ടിയൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. തന്നെയാണോ വന്നത്? ആ തന്നെയാണ്. എല്ലാവരും മകൻ പേരക്കുട്ടിയൊക്കെ ചൈനയിൽ പോയിരിക്കുന്നു, മരുമകള് മൂകാംബിയെ പോയിരിക്കുന്നു. അങ്ങനെ ഓരോരുത്തരും ഓരോ സ്ഥലത്ത്. പേക്കയിൽ ഇവിടെ വന്ന് അമ്മേനെ പരിചയപ്പെടാനൊക്കെ പറ്റി. അപ്പോൾ ഇദ്ദേഹത്തെ എല്ലാവരും അറിയാം. നമ്മുടെ ആതിര മുരളി നല്ല റൈഡറും കൂടാണ്. കാർ റൈഡിങ്ങും അല്ലെ ബൈക്ക് റൈഡിങ്ങും ഒക്കെ നടത്തുന്ന ആളാണ്. എന്തുകൊണ്ട് വിശേഷമൊക്കെ? അതെ, ഞങ്ങൾ ആക്ച്വലി കുറെ തൊട്ടടുത്താണെങ്കിലും ഏറ്റുമാനാണെങ്കിലും ഇപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ. പലപ്പോഴും 1-2 വട്ടം വിളിച്ചിട്ടുണ്ട് ഒന്ന് കാണാനും ഒന്ന് പരിചയപ്പെടാനും ഒക്കെ. പക്ഷെ എന്തോ പറ്റിയില്ല. ഇവരെപ്പോഴും ഫുൾ ഓൺ ട്രാവൽ ആണല്ലോ. പക്ഷെ ഞാനൊരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം കാരവൻ്റെ റിവ്യൂ ചെയ്യാനൊരു ആദ്യം നമ്മുടെ ഇവിടെ കേരളത്തിലെ കാരവൻ കൊണ്ടുവന്നില്ല നമ്മുടെ. അപ്പം അന്ന് റിവ്യൂ ചെയ്യാൻ എറണാകുളത്തൊന്നുമില്ല. അപ്പം ഞങ്ങൾ ആ വണ്ടി കാണാനൊന്ന് വന്നിട്ടുണ്ട്. ഒന്നൊന്ന് കണ്ടിട്ടുണ്ട് ഞാൻ. ഇവിടെ വന്നത് ഇപ്പം അമ്മയും മോളും എല്ലാവരും കിട്ടിയിട്ടുണ്ട്. ഫാമിലി ഫുള്ളുണ്ട്. ചേട്ടനും കൂടെയാണ് മിസ്സിങ്. ചേട്ടൻ വന്നില്ല അല്ലേ? ചേട്ടൻ ഇന്ന് വന്നില്ല. യാത്രയുടെ ഒരു ഒരുക്കങ്ങളില്ല. അപ്പം അതിൻ്റെ ഒരു തിരക്കായതുകൊണ്ട് പോകുന്നില്ല. ഇതിൽ ഏറ്റവും വലിയ സന്തോഷം വെച്ചാൽ ഇപ്പം നമ്മുടെ ഡ്രൈവിംഗ് മേഖലയുള്ള മെയിനായിട്ടുള്ള എല്ലാവരും നമ്മുടെ മണിയമ്മയും എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് ഭയങ്കര ഒരു നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഒരു പവർ ഇന്നെന്തായാലും അറിയും എല്ലാവരും. ശരി എന്നാ. ശരി, അപ്പോൾ പൊളിക്കാം അല്ലേ? അതെ, പൊളിക്കാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഊണ് കഴിച്ചിട്ട് വരാം അല്ലേ? മണിയമ്മയും ആതിരയൊക്കെ പോയത് എങ്ങനെയുണ്ടെന്ന് നമുക്കറിയാം. അതെ, അമൃതയുടെ ഊണ് എങ്ങനെ ഉണ്ടല്ലേ? അപ്പം ചോറും മീൻകറി, അച്ചാറും തോരനും പുളിശ്ശേരിയൊക്കെ ഉണ്ട്. നല്ല വിശപ്പുണ്ടായിരുന്നല്ലേ? ഇന്നാണ് നമ്മൾ രാവിലെ നേരത്തെ കഴിക്കുകയും ചെയ്തു. കാര്യമായിട്ട് കഴിച്ചില്ല, ശകലം പുട്ട കഴിച്ചിട്ട് ഓടിയത്. കടയിലൊക്കെ അച്ഛമ്മ വാരിക്കൊടുത്ത് കുഞ്ഞിക്കന്ന്. അപ്പോൾ ഇടയ്ക്കൊന്ന് കടയിൽ കയറാനുള്ള സമയം കിട്ടില്ല. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇനി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം, മേക്കപ്പ് ചെയ്യണം. ചെറുതായിട്ട് മേക്കപ്പൊക്കെ ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഇവിടെ കുറേ റൂമുകളുണ്ട്. ഓരോരുത്തർ ഓരോ റൂമിൽ കയറിയേക്കുക. ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയത് അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വന്നു. ഇനി നമ്മുടെ മേക്കപ്പാണ്. അപ്പോൾ മുത്തിനെ ആദ്യം മേക്കപ്പ് ചെയ്യാനായിട്ട് എഴുതിയിട്ടുണ്ട്. മേക്കപ്പ് ചെയ്യുന്നത് സോണിച്ചേട്ടനാണ്. അതെ, സോണിച്ചേട്ടൻ നമ്മുടെ നാട്ടുകാരനാട്ടോ. കാഞ്ഞിരപ്പള്ളി വീട്. എല്ലാ ദിവസവും ഉണ്ട് രാവിലെ 11 മണിക്ക്.
പോകുന്നുണ്ട്. ഇനി അടുത്ത ദിവസം ഉടനെ തന്നെ ഞങ്ങൾ പോകും. എവിടെയാ? ലഡാക്ക്. മൊത്തം ചിറ്റ അപ്പുറത്തോട്ട് പോയിട്ടുണ്ട്. ഞാൻ നോക്കിയിട്ട് വരാവേ. അപ്പോൾ ഇവിടെ സൂര്യയുടെ മേക്കപ്പും തുടങ്ങിയിട്ടുണ്ട്. ചേട്ടൻ്റെ വീട് എവിടാ? എൻ്റെ വീട്ടിൽ ട്രിവാൻഡ്രത്ത് നേമം. പേരെങ്ങനെ? പേര് വിജി ലാൽ. ബിജി. വിജി ലാൽ. വിജി ലാൽ. തന്നെ കരയുവാണോ? അടുത്ത് നമ്മുടെ മെയിൻ ഡ്രൈവർ ചേച്ചി കയറിയിട്ടുണ്ട് മേക്കപ്പ് ചെയ്യാനായിട്ട്. ചേട്ടൻ്റെ പേരെന്നാ? അരുൺ. അരുൺ. ഇവിടെ തന്നെയാണോ? ആ, എറണാകുളത്ത് തന്നെയാണ് ചേട്ടനാ. അപ്പം മുഖത്തെ മേക്കപ്പൊക്കെ കഴിഞ്ഞു. ഇനി മുടി സെറ്റ് ചെയ്യുക. ആദ്യം സൂര്യയുടെ മുടിയാണ് സെറ്റ് ചെയ്യുന്നത്. പേരെന്നാ? രേവതി. എവിടാ വീട്? വീട് എവിടെ? എറണാകുളം. നമ്മളാണെങ്കിൽ വണ്ടിയിൽ എണീറ്റ് തലമുടി ചെയ്യുന്നത് ചിലപ്പോൾ പല്ല് പോലും തേക്കാതെ രാവിലെ വീഡിയോ എടുക്കുന്നത്. അതെ അതെ അതെ, അത് ശരിയാ. ഇപ്പം ആള് മാറിപ്പോവല്ലോ. ഇങ്ങോട്ട് വന്ന ആളല്ലോ ഇത്. ഇപ്പം വീട്ടിൽ ചെല്ലുമ്പോൾ രാജേഷ് അറിയോ? അതെ, അടുത്ത പോകാൻ വരുന്നുണ്ട്. എല്ലാം വളരെ ലൈറ്റായിട്ട് മതി. അപ്പം ഞങ്ങളുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ ഫ്ലോറിലേക്ക് കയറാൻ പോവാണ്. എൻ്റെ ഒരു ചെറിയ ടെൻഷനല്ലേ. അപ്പോൾ എന്നാൽ നമുക്ക് പോവാം. അപ്പോൾ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിൻ്റെ ഫ്ലോറായത്. സൂര്യ നേരത്തെ വന്നു. അങ്ങോട്ട് നോക്കി. ആ ശരിയാണ്, ഞാനിപ്പോഴാണ് മുമ്പേ എന്നെ കണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കാം അല്ലേ, എന്നും ഓർമ്മിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് മെയിൻ സ്റ്റേജ്. ഇത് കോമഡി മാസ്റ്റേഴ്സ് എഴുതിയേക്കുന്നില്ല, അപ്പോൾ അതിലാണ് നമ്മൾ എൻട്രി ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീഡിയോയുടെ വിഷ്വൽസുകളൊക്കെ ഇവിടെ ഇടും എല്ലാവരുടെയും. അപ്പോൾ ഇവിടെയാണ് ശ്വേതചേച്ചി ഇരിക്കുന്നത്. അപ്പം നമ്മളൊക്കെ ഇരിക്കുന്നത് ഇവിടെ, ഗസ്റ്റുകളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. അപ്പം കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇവിടെ നല്ല ഒന്നാം തരം കോമഡി സ്കിറ്റുകളൊക്കെ നമുക്ക് കാണാം. അപ്പം ക്രൂ എല്ലാം ഇരിക്കുന്നത് ഇവിടെ. അപ്പം നമ്മുടെ കുറേ സ്റ്റാർസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇടയ്ക്കൊക്കെ ടി വിയിലും ഞങ്ങളിങ്ങനെ സ്ക്രീനിലൊക്കെ നിങ്ങളെ കാണാറുള്ളൂ കേട്ടോ. അഖിലല്ലേ? അഖിൽ. ചേട്ടൻ്റെ പേര് കിരൺ. പ്രശാന്ത്. ഇത് സൂരജ്. സൂര്യനെ ഇടയ്ക്ക് ഞങ്ങൾ കോമഡിയൊക്കെ അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ കാണുന്നുണ്ട്. പിന്നെ ഇപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ടോ? നിങ്ങളെല്ലാവരും ഉണ്ടോ? പുത്തേട്ട് ട്രാവലോ ഞാൻ. ഇത് മോള്, അത് അനിയത്തി. ലോറിൻ JCB കൊടുക്കുന്നേ പാമ്പാടി. ഞാൻ കോട്ടയംകാരിയാ. സെയിന്റ് കിറ്റ്സ് അറിയോ? ഇങ്ങനെ നമ്മൾ റിലേറ്റീവ് എല്ലാം വന്നു. ഹലോ, ജലജ. ജലജ എവിടെ വരുന്നു? ഏറ്റുമാനൂർ, കോട്ടയം. ആ, ഏത് വണ്ടിയാ ഓടിക്കാത്ത? നിങ്ങൾ ഒരുമിച്ചുള്ള? ഓ, നിങ്ങൾ റൈഡേഴ്സ്. അനിയത്തി. ഇത് മോള്. അതെ, പുത്തേട്ട് ട്രാവൽ. ഓ, അത് നിങ്ങളാണോ? ആ, നൈസ്. ബിക്കോസ് എന്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പോരാത്തിന് ഞങ്ങൾക്ക് കോഴിക്കോട് ഒരു ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് ഉണ്ട്. അപ്പൊ അവിടെ നിൽക്കുമ്പോൾ ഈ പുത്തേട്ടിന്റെ വണ്ടി ഇങ്ങനെ പോകുമ്പോൾ ഞാൻ അമ്മയ്ക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അമൃത TV പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എല്ലാവരും കൂടെ ഓരോ ഫോട്ടോ എടുത്തിട്ട് പിരിഞ്ഞാന്നോർത്താണല്ലേ. നല്ല അടിപൊളി പ്രോഗ്രാം ആയിരുന്നു അല്ലേ. ചിരിച്ച് കവള് വേറെ എടുക്കാം. അതെ, കവളിലൊക്കെ വേദന എടുക്കാൻ തുടങ്ങി. അപ്പൊ എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ്. ഇനി യാത്രയിലൊക്കെ പോവാ. ഞാൻ അമ്മേന്റെ അടുത്ത് എന്തായാലും പറയുന്നതായിരിക്കും. അപ്പൊ അമ്മയായിരിക്കും ഭയങ്കര ഹാപ്പി. അതെ, അമ്മയ്ക്കൊരു അമ്മ ആക്ച്വലി അമ്മയുടെ ആൾക്കാർ ഇവിടെ ഉണ്ട്. അമ്മ ഹാപ്പി ആയില്ലേ? അതെ, ഇനി എവിടെയെങ്കിലും നിങ്ങളുടെ വണ്ടി കാണുവാണെങ്കിൽ പിടിച്ച് ഞാൻ ചേച്ചി ഇത് നിർത്തി ചാടിക്കയറും കാണാം കേട്ടോ. ശരി. ഇപ്പം ഈ ചേട്ടൻ നമ്മുടെ ഫാമിലി മെമ്പറാണ്. ഇവിടുത്തെ ക്യാമറ ടെക്നീഷ്യനാണ്. പേരെങ്ങനെ? മനോജ്. വീട് എവിടെ? അപ്പം ശരി, നല്ല പ്രോഗ്രാം ആയിരുന്നു. സന്തോഷമുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഫാമിലി മെമ്പർ തന്നെയാണ് കേട്ടോ. പേരെന്നാ? അലോക്. ഇവിടെ എന്നാ ആണോ? ക്യാമറ മുകളിൽ കൂടെ ഇങ്ങനെ പോയി ഷൂട്ട് വരുമ്പോൾ കാണാൻ പറ്റില്ല ചിലത്. പോയിട്ട് വീട്ടിൽ ഇരുന്ന് ഒരുമിച്ച് കാണും അല്ലേ? രണ്ട് സന്തോഷം. രാവിലെ അവിടെ ഫുഡ് കഴിച്ചുകൊണ്ട് കണ്ടത് പെട്ടെന്ന് മനസ്സിലായി. ശരി. ഇപ്പോൾ ഇവിടെ വൈകിട്ടും ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോകാം. അപ്പോൾ ആദ്യം ഞങ്ങൾ കഴിക്കുന്നില്ലെന്ന് ഓർത്തു. പിന്നെ ഓർത്ത് എല്ലാവരും കൂടെ ഒന്ന് സംസാരിച്ചിരുന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു.
അപ്പം ഫുഡൊക്കെ കഴിച്ചു എല്ലാവരുമായിട്ട് നല്ലൊരു ഇതായിരുന്നു അല്ലേ എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റി. പരിചയപ്പെടാൻ പറ്റി. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാണ് പിരിയണത്. അതെ അതെ പിരിയല്ല വീണ്ടും ഒരു നമ്മളെ കാര്യം കോട്ടയത്താണ് 3 പേരും അടുത്ത്, പക്ഷെ ഇവിടെ വന്നിട്ടാ കാണുന്നത്. അതെ അതെ. അപ്പൊ ഇനി എപ്പോഴേലും കാണാം. അതെ ട്രിപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റുമോ? അതെ നോക്ക്, ഞങ്ങളോട് ഒരു ദിവസം വാ. ശരി എന്നാ. ശരി. അപ്പൊ ഇനി തിരിച്ച് വീട്ടിലേക്ക് വിട്ടേക്കാം അല്ലേ? എവിടെയെങ്കിലും കിടന്നാലേ ഇവിടെ എവിടെ ഇനി കിടക്കുന്ന? വീട്ടിൽ ചെന്ന് കിടന്നാ പോരെ? ജയമയുടെ വീട്ടിൽ പോയാലേ അവരൊക്കെ ഉറങ്ങി. അതെ, അമ്മയും അച്ഛനും ഒക്കെ ഇപ്പൊ നല്ല ഉറക്കം പിടിച്ചു കാണും. അവരറിഞ്ഞുകൂടിയില്ല കേട്ടോ വരുന്ന കേസ്. കോമഡി സ്കിറ്റുകളൊക്കെ ഇങ്ങനെ അവതരിപ്പിക്കുന്നത് ലൈവായിട്ട് കാണുന്ന ആദ്യം അല്ലേ? അത് നേരാ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഏകലും. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിന്റെ ജഡ്ജ് ശ്വേത ചേച്ചിയായിരുന്നു. ഇന്നത്തെ പരിപാടിയിലെ അവതാരകരായിട്ട് എലീന ഉണ്ടായിരുന്നു, ശ്രീവിദ്യ ഉണ്ടായിരുന്നു, കുട്ടിയകലുണ്ടായിരുന്നു, പിന്നെ സൂരജ് ഉണ്ടായിരുന്നു. ശരിക്കും ഈ കോമഡി പറയാൻ എന്തൊരു പാടല്ലേ? അതെ അതെ. മറ്റുള്ളവരെ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാലേ ഇത്തിരി പാടാ. എന്താണേലേ ലൈവ് ഷൂട്ടിങ് കാണാൻ പറ്റി. അതെ അതെ. ഞാൻ ഇന്ന വരെ ഷൂട്ടിങ് ഇതുവരെ ലൈവ് കണ്ടിട്ടില്ല. ഞാനേ സിനിമ ഷൂട്ടിംഗ് ഒക്കെ കണ്ടിട്ടുണ്ട് ഒരു പ്രാവശ്യം, പക്ഷെ ഇങ്ങനെ ആദ്യം കാണുക ഒരു സ്കിറ്റൊക്കെ അല്ലേ? പിന്നെ ഇപ്പൊ ആതിര ചേച്ചിനാണേലും അവര് നമ്മളങ്ങനെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. അതെ അതെ. ഇത്ര അടുത്താന്ന് പറഞ്ഞാലും നേരിട്ട് കാണാൻ ഇതുവരെ പറ്റിയിട്ടില്ല. എന്തായാലും എല്ലാരും നേരിട്ട് കണ്ടു. ഇനി വീട്ടിൽ ചെന്ന് ഈ മേക്കപ്പ് ഒക്കെ മൊത്തം തുടച്ചു കളയണമല്ലോ. അല്ല, നമ്മളെറണാകുളത്ത് നിന്നിട്ട് ഇവിടുത്തെ 2 പേര് എത്തിയിട്ടില്ല ഇതുവരെ. അതെ. കുഞ്ഞിക്കിളി, ദാമിക്കുട്ടി വഴക്കൊക്കെ ഉണ്ടാക്കിയോ? ഉണ്ടാക്കിയോ? ആണോ? തന്നെ അച്ഛൻ അമ്മയൊക്കെ അന്വേഷിച്ചോ? ചേച്ചിയില്ലായിരുന്നു ഇവിടെ, പിന്നെ എന്നാ പേടിക്കാനാ? കളിക്കാൻ പോയി. നമ്മൾ ഫസ്റ്റ് പാർട്ടി ഏൽപ്പിച്ചിട്ടാണ് പോയത്. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.